ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. നമസ്കാരം, സ്വാഗതം എല്ലാവർക്കും. അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ശ്ലോകം എന്ന് പറയുന്നത് നാരായണീയത്തിലെ രണ്ടാമത്തെ ശ്ലോകം, മൂന്നാമത്തെ ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അതായത് ആ ഒരു ഭഗവാന്റെ ചരണസേവ, പാദസേവയിൽ പോലും ഈ രോഗം മൂലം ക്ലേശിക്കുന്ന മനസ്സ് ആസക്തമാവുന്നില്ല. കാരണം ആ രോഗത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ പറയുന്നു, ആ ദയ ചെയ്യണമേ എന്നും ആ പാദപത്മങ്ങളുടെ ആ ഒരു സ്മരണയിൽ രസിക്കുന്നവനായിട്ട് ആ നാമങ്ങൾ പാടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വസിക്കാൻ എനിക്ക് കഴിയണേ എന്ന് മേൽപ്പത്തൂർ ഭഗവാനോട്, മേൽപ്പത്തൂരിൻ്റെ ആ ഒരു വാതരോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു പ്രാർത്ഥനയാണ് ഈ ഒരു ശ്ലോകം. അപ്പോൾ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, വാതരോഗം കൊണ്ട് ക്ലേശം അനുഭവിക്കുന്ന കവി തൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് ഗുരുവായൂരപ്പനോട് പല തരത്തിൽ അഭ്യർത്ഥിക്കുന്നതായിട്ടാണ് ഈ നാരായണീയത്തിലെ ശ്ലോകങ്ങളിലെ മിക്ക ശ്ലോകങ്ങളും ആ രീതിയിലാണ്. അപ്പോൾ അതുപോലെയാണ് സംസാര ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യൻ, ഉപാസകൻ. അതിൽ നിന്ന് മോചനം തരാൻ ഭഗവാനോട് പല രീതിയിൽ അഭ്യർത്ഥിക്കുന്നതായിട്ടും നമുക്ക് വ്യാഖ്യാനിക്കാം. ആ ഒരു തരത്തിലാണ് ഈ ഒരു ശ്ലോകം നമുക്ക് മേൽപ്പത്തൂർ തന്നിരിക്കുന്നത്. അപ്പോൾ ശ്ലോകം ചൊല്ലാം. ദശകം 3 ശ്ലോകം 2. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസഭരേ അപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ ഗുരുദയാം ഭവത്പാദാംബോജസ്മരണരസികോ നാമ നിവഹാൻ അഹം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഭഗവൻ ഈ വാതരോഗം എന്നെ ക്ലേശിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതുമൂലം ശരീരത്തിന് മാത്രമല്ല ചിത്തത്തെയും ബാധിച്ചിരിക്കുന്നു ആ ഒരു ക്ലേശം. അതുകൊണ്ട് ആനന്ദം തരുന്ന ഭഗവാന്റെ ചരണസേവയിൽ പോലും മനസ്സ് നിൽക്കുന്നില്ല എന്നും, അതുകൊണ്ട് വിഷ്ണു ഭഗവാനെ എൻ്റെ രോഗം മാറ്റിത്തരണേ. ഈ ക്ലേശത്തിൽ നിന്നും ചിത്തത്തിന് മോചനം കിട്ടിയാൽ മാത്രമേ ഭഗവാന്റെ ആ പാദ സ്മരണയിൽ രസിച്ച് ആ നാമങ്ങൾ പാടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോലും എനിക്ക് വിജനപ്രദേശത്ത് ഞാൻ കഴിഞ്ഞുകൊള്ളാം എന്നൊക്കെ പറയുന്ന ആ ഒരു മേൽപ്പത്തൂരിൻ്റെ ആ ഭക്തിയുടെ ആ ഒരു തലമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ വാതരോഗ ശമനം എന്ന വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നാരായണീയം രചിക്കാൻ തുടങ്ങിയത് മേൽപ്പത്തൂർ എന്നാണ് ഐതിഹ്യം. അങ്ങനെ അതിന് ആധാരമായിട്ട് അദ്ദേഹം ഇടയ്ക്കിടെ എല്ലാ ശ്ലോകങ്ങളിലും വാതരോഗം മാറ്റിത്തരണേ എന്ന്, എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ എന്ന് എല്ലാ ശ്ലോകങ്ങളുടെയും എല്ലാ ദശകങ്ങളുടെയും അവസാനം സൂചിപ്പിക്കുന്നത് കാണാം. അപ്പോൾ ഈ രോഗശാന്തിക്ക് അപ്പുറത്ത് തൻ്റെ ആദിഭൗതികവും ആധ്യാത്മികവുമായ വ്യാധികൾ ഒഴിവാക്കാനുള്ള മാർഗം എല്ലാ ഉപാസകർക്കും, എല്ലാ ഭക്തന്മാർക്കും ആദിഭൗതികവും താപത്രയങ്ങളുണ്ടല്ലോ, ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. അങ്ങനെയുള്ള 3 തരത്തിലുള്ള ആ ഒരു ക്ലേശങ്ങളെ, ആ ഒരു വ്യാധികളെ ഒഴിവാക്കാനുള്ള ഒരു മാർഗവും കൂടെ ഇവിടെ മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ നാരായണീയത്തിലെ ആദ്യത്തെ 30 ശ്ലോകങ്ങൾ എന്ന് പറയുന്ന ആദ്യത്തെ 3 ദശകങ്ങൾ, ആ 3 ദശകങ്ങൾ തന്നെ, ആദ്യത്തെ 30 ശ്ലോകങ്ങൾ തന്നെ നമുക്ക് നോക്കുമ്പോൾ ആ ഒരു മേൽപ്പത്തൂർ എന്ന് പറയുന്ന ഒരു ആചാര്യൻ, ആ ആചാര്യൻ്റെ മഹത്വം, ആചാര്യ പദവിയിലേക്ക് ഉയർത്താൻ ആ 30 ശ്ലോകങ്ങൾ തന്നെ ധാരാളം മതി എന്ന് നമുക്ക് തോന്നും. അങ്ങനെ നാരായണീയം പാരായണം ചെയ്യാൻ ഉണ്ടായാൽ തന്നെ അതൊരു വലിയ ഭാഗ്യമാണ് എന്നും, ഈ സംസാരത്തിലകപ്പെട്ട നമ്മൾ മനുഷ്യൻ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ആ ക്ലേശം കൊണ്ട് മനസ്സും ചിത്തവും ഒക്കെ ക്ഷീണിക്കുന്നു. പിന്നെ അപ്പോൾ അങ്ങയുടെ ചരണസേവയിൽ, പാദസേവയിൽ ആനന്ദം ആണ് എന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ആ ആനന്ദ അനുഭൂതിയിൽ പക്ഷേ ഭഗവാന്റെ പാദം സേവിക്കുമ്പോഴാണ് ആ ഒരു
ആനന്ദം ലഭിക്കുക എന്നറിയാമായിട്ട് പോലും ആ ആനന്ദ അനുഭൂതിയിൽ മനസ്സ് ആസക്തമാകുന്നില്ല. കാരണം ഭോഗങ്ങളോടുള്ള താല്പര്യം നിമിത്തം അതിന് കഴിയുന്നില്ല. അപ്പം ഭോഗങ്ങൾ പല വിധത്തിലുള്ള ജീവിതത്തിൽ സംസാരത്തിൽ വരുന്ന ഭോഗങ്ങൾ അമിത ആസക്തി കൊണ്ട് അതിന് താല്പര്യം വരുന്നില്ല എന്നും ഈ ആസക്തിയാണ് ഭഗവാന്റെ ആ ഒരു ചരണസേവയിലുള്ള അനാസക്തിക്ക് കാരണം എന്ന് പറയുന്നു. അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ എന്താണ് സ്വന്തം നിലയിൽ തനിക്ക് കഴിവില്ല എന്നും ഭഗവാൻ അതിന് ദയവുണ്ടാവണേ, ഭഗവാന്റെ ദയ ഉണ്ടാവണേ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നിൽ കാരുണ്യമുണ്ടാകണേ, അങ്ങയുടെ കാരുണ്യമുണ്ടായാൽ അങ്ങയുടെ പാദപങ്കജങ്ങളെ സ്മരിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ബ്രഹ്മാനന്ദത്തിൽ രസിച്ചുകൊണ്ട് ആ ഭഗവാന്റെ നാമനിവഹങ്ങൾ പാടി ഏതെങ്കിലും ഒരു വിജന സ്ഥലത്തോ എവിടെയെങ്കിലും ഇരിക്കാൻ ഞാൻ വസിച്ചു കൊള്ളാമെന്നൊക്കെ മേൽപ്പത്തൂർ ഇങ്ങനെ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നതാണ് ഈ ഒരു ശ്ലോകത്തിൽ. അപ്പോൾ വീണ്ടും ഈ ശ്ലോകത്തിൻ്റെ ആ ഒരു അർത്ഥങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ശ്ലോകം ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേ അപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണു കുരുധയാം ഭവത്പാദാംബോജസ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. അപ്പോൾ എന്താ പറയുന്നത്? വിഷ്ണു അല്ലെ വിഷ്ണു ഭഗവാനെ ചിത്തം മനസ്സ് ഗതക്ലിഷ്ടം രോഗം മൂലം ക്ലേശിക്കുന്നതായിട്ട് തവ ചരണ സേവാരസഭരേ അഭി ഭഗവാന്റെ തവ ചരണസേവയാകുന്ന രസഭരത്തിൽ പോലും അനാസക്തം ഭവതി ആസക്തിയില്ലാത്തതായിട്ട് ഭവിക്കുന്നു. കഷ്ടം തന്നെ ദയാം കുരു ദയ ചെയ്യണം, കുരു ചെയ്യണമേ എന്നാണ്. ദയാം കുരു ദയ ചെയ്യണമേ. അഹം ഞാൻ ഭവത് പാദാംബോജ സ്മരണരസിക ഭഗവാന്റെ പാദാംബോജസ്മരണരസിക പാദങ്ങളിലുള്ള സ്മരണയിൽ രസിക്കുന്നവനായി നാമനിവഹാൻ ഗായം നാമനിവഹാൻ നാമങ്ങൾ പാടിപ്പാടി ഗായം പാടിപ്പാടി നാമാവലികളെ ഭഗവാന്റെ നാമാവലികളെ പാടിപ്പാടി കുഹജന ഏതെങ്കിലും വിജനപ്രദേശത്ത് വിവത്സ്യാമി വസിച്ചു കൊള്ളാം എന്ന് മേൽപ്പത്തൂർ പറയുന്നു. കാരണം മേൽപ്പത്തൂർ പറയുന്നത് മേൽപ്പത്തൂരിന് ഭഗവാന്റെ നാമങ്ങൾ പാടുന്നതിലാണ് സന്തോഷമെന്നും അങ്ങനെ കിട്ടുന്ന ആ ഒരു രസഭരത്തിൽ അലിഞ്ഞ് ഇരിക്കാൻ ആണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നു ക്ലേശം, ഒരു രോഗം വരുമ്പോൾ ക്ലേശം അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ക്ലേശമുണ്ടാകുന്ന കർമ്മദോഷം കൊണ്ടാണ്. അപ്പോൾ ദുഷ്കർമ്മങ്ങൾ മനുഷ്യൻ്റെ ചിത്തത്തെ ഈശ്വരനിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നും ഭഗവാന്റെ പ്രസാദമുണ്ടായെങ്കിൽ മാത്രം ഭഗവാനിൽ ആസക്തി ഉണ്ടാവുകയുള്ളൂ, എന്നാൽ മാത്രമേ ദുരിതങ്ങളും മാറുള്ളൂ. അപ്പോൾ ഭഗവൻ നാമം പഠിക്കുക, ഭഗവത് രൂപം സ്മരിക്കുക, ഭഗവത് കഥകൾ കഥനം ചെയ്യുക, അങ്ങനെ സർവ്വ അഭിലാഷ സിദ്ധിക്ക് കാരണമാവും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സർവ്വ അഭിലാഷങ്ങൾ സിദ്ധിക്കും, അല്ലെങ്കിൽ അത് എല്ലാ അഭിലാഷങ്ങളും നിറവേറും. അപ്പോൾ ഒരിക്കൽ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കൊണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ അത് ശരിയാവുന്നത് കാണാം. അപ്പോൾ പക്ഷേ അത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഒരിക്കൽ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കൊണ്ട് എല്ലാം ആയി എന്ന അർത്ഥമില്ല. കർമ്മഫലമായ പാപം നശിക്കുന്നില്ലെങ്കിൽ ദുരിതം വീണ്ടും ഉണ്ടാകും എന്നും ഈ ദുരിതങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതാണ് നമ്മൾ ഈ ലോകത്ത് സമൂഹത്തിലെ ആളുകൾ അനുഭവിക്കുന്നത് കാണുന്നത്. അതായത് പാപം നശിപ്പിക്കാൻ ആർക്കും സ്വീകരിക്കാവുന്ന ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ നാമജപങ്ങളാണ്. നാമങ്ങൾ കീർത്തിച്ചുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് ഭഗവാന്റെ മഹിമ പാടിയും പുകഴ്ത്തിയും നാമജപങ്ങളിലൂടെ ഭഗവാനെ സ്മരിക്കുമ്പോൾ ദുരിതം നശിക്കും, പാപങ്ങളും നശിക്കും, അപ്പോഴേ ദുരിതവും നശിക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാന്റെ പാദസ്മരണയിൽ രസിക്കാൻ കഴിയും. അങ്ങനെ ആ സാഗരത്തിൽ രസം നിലനിൽക്കണമെങ്കിൽ വീണ്ടും സംസാര സാഗരത്തിൽ മുഴുകി പോകാതിരിക്കണം. നമ്മൾ ഇപ്പോൾ സാധാരണ മനുഷ്യരെന്താ ചെയ്യണമെന്ന് കഴിയുമ്പോൾ ഒരു അമ്പലത്തിൽ പോവും, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കുക, അത് ചിലപ്പോൾ ശരിയാവും, അതോടുകൂടി
എല്ലാം കഴിഞ്ഞു. അപ്പോൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഭഗവാനെ എന്താ പറയുക കാണുന്ന ഒരു രീതിയാണുള്ളത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കർമ്മങ്ങളിലൂടെ പാപങ്ങൾ കൂടിക്കൂടി വരികയും ആ പാപങ്ങൾ നിമിത്തം ദുരിതങ്ങൾ കൂടി വരികയും ചെയ്യുന്നത്. അപ്പോൾ പറയുന്ന ഈ സംസാര സാഗരത്തിൽ മുഴുകിപ്പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെന്താ ചെയ്യണം, വീണ്ടും ഈ സംസാരത്തിൽ പെട്ട് വീണ്ടും വീണ്ടും അതിലൊക്കെ മുഴുകി വിഷമിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ മാർഗം നമുക്ക് പറഞ്ഞു തരാനാണ് കുഹജന വിവത്സ്യാമി വിജനെ എന്ന് പറഞ്ഞത്. കാരണം കുഹജന ഏതെങ്കിലും, വിവത്സ്യാമി വിജനെ ഏതെങ്കിലും വിജനമായ പ്രദേശത്ത് വസിക്കാം എന്നാണ് പറഞ്ഞത്. അതായത് മറ്റു മനുഷ്യരായിട്ട് വന്യജീവികളായിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാമക്രോധ ലോഭമോഹാദി പിന്നെ എന്താ പറയുക ഷഡ്വൈരികൾ നമ്മളെ ബാധിക്കുന്നു. അതുകൊണ്ട് അപ്പോൾ ബന്ധങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരും. അതുകൊണ്ടാണ് ആ ബന്ധങ്ങൾ ഇല്ലാതെ ഇരിക്കാനാണ് നമ്മൾ പിന്നെ എന്താ ഈ ഗുരുക്കന്മാരൊക്കെ അല്ലെങ്കിൽ യോഗി വര്യന്മാരൊക്കെ ഇങ്ങനെ കാടുകളിലൊക്കെ തപസ് ചെയ്യുന്നത്. അപ്പോൾ മമതയില്ലെങ്കിൽ കാമക്രോധാദികളില്ല. അപ്പോൾ എല്ലാ കാമക്രോധ വികാരങ്ങളാണ് പാപങ്ങൾക്ക് കാരണം, പല കർമ്മങ്ങൾക്ക് കാരണം. കർമ്മങ്ങളാണ് പാപങ്ങളും ദുരിതങ്ങളും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇല്ലാതെയാക്കണമെങ്കിൽ ആ മമത ബന്ധങ്ങൾ ഇല്ലാതെയാവണം. അപ്പോൾ നല്ല അഭ്യാസം കൊണ്ടും പക്വമായ മനസ്സുകൊണ്ടും ഒക്കെ മാത്രമേ അത് നേടാൻ പറ്റുള്ളൂ. എന്നാൽ അപക്വമായ മനസ്സും അഭ്യാസമില്ലായ്മയും കൊണ്ട് പല ബുദ്ധിമുട്ടുകളിലേക്കും ചെന്ന് ചാടുന്നു. അതുകൊണ്ട് ഈ ബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ഈ സംസാരത്തിൽ ജീവിക്കുന്ന ആൾക്ക് കഴിയില്ല. എന്നാൽ നമുക്ക് ഭഗവാന്റെ പാദങ്ങളിലുള്ള ആ പാദസ്മരണയിൽ രസിച്ച് കഴിയുമ്പോൾ മറ്റൊന്നിലേക്കും ആകർഷണം തോന്നില്ല എന്നും, അതുകൊണ്ട് മറ്റൊന്നും ഇടയ്ക്കിടെ വന്ന് ശല്യം ഉണ്ടാകാതിരിക്കാനുള്ള മാർഗമാണ് വിജനമായ സ്ഥലത്തിൽ ഇരുന്നു കൊണ്ട് നാമജപാദികളിൽ മുഴുകുന്നത് എന്ന് ഋഷീശ്വരന്മാർ നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാർ അവർ മുനികളും ഋഷിമാരും സന്യാസി സമൂഹവും ഒക്കെ ആ തരത്തിൽ കാനനവാസം നടത്തി. അതിന് കാരണം അതാണ്. കാരണം ഈ സംസാരത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ സ്മരിക്കുമ്പോൾ പല കർമ്മങ്ങളിൽ ഇടപെട്ട് പല ബന്ധനങ്ങളിലേക്ക് ഇടപെട്ട് അങ്ങനെ ആ ബന്ധനങ്ങൾ പല ദുരിതങ്ങളും പാപകർമ്മങ്ങളിലേക്കും നമ്മളെ നയിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എന്താ പറയുന്നത്, അതിന് കഴിയണേ അല്ലെങ്കിൽ ഭഗവാന്റെ പാദസ്മരണയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നാമങ്ങൾ പാടി ഭഗവാനിൽ തന്നെ വസിച്ചു കൊള്ളാമെന്ന് പിന്നെ ആ ഒരു ആഗ്രഹമാണ് മേൽപ്പത്തൂർ ഭഗവാനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ശ്ലോകം ഭഗവാന് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ശ്ലോകം ഒരിക്കൽ കൂടെ ചൊല്ലാം. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേ അപ്യനാസക്തം ചിത്തം ഭവതി ഭഗ വിഷ്ണു ഗുരുധയാം ഭവത്പാദാംബോജസ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. ഭഗവാനോട് വാതരോഗം മാറ്റിത്തരണേ എന്ന് അഭ്യർത്ഥിക്കുന്ന രീതിയിലും സംസാര ദുഃഖത്തിൽ പെട്ട് അനുഭവിക്കുന്ന ഒരു ഉപാസകൻ അല്ലെങ്കിൽ ഒരു ഭക്തൻ മോചനം തരാൻ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്ന രീതിയിലുമാണ് ഈ ഒരു ശ്ലോകം. അപ്പോൾ ഈ ഒരു ശ്ലോകം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു, മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിന് സമർപ്പിക്കുന്നു. നമുക്കും അതുപോലെ പലവിധ പ്രയാസങ്ങളിൽ നിന്ന് ഒരു
ആശ്വാസത്തിനായിട്ട് ഭഗവാനോട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ഹരേ. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. ഓം തത്സത്.